ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി പിടിയിൽ. ചാലക്കുടി സ്വദേശി റിജോ ആന്റണിയാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. ചാലക്കുടി ആശാരിക്കാട് സ്വദേശിയാണ് റിജോ ആന്റണി. 10 ലക്ഷം രൂപ ഇയാളുടെ കയ്യിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. കടം വീട്ടാനാണ് പണം കൊള്ളയടിച്ചതെന്ന് റിജോ പോലീസിന് മൊഴി നൽകി. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറയുന്നു. തിയോഫിൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. തിയോഫിൻ, കവർച്ച നടന്ന 2ാം ദിവസം പ്രതിയിലേക്ക് എത്താനായി എന്നുള്ളത് വലിയ നേട്ടമാണ്. നോക്കൂ, ആ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോയത്. പക്ഷേ പ്രതിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒന്നും ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഉപയോഗിച്ച നമ്പർ പ്ലേറ്റ് ആകട്ടെ വ്യാജവും. പിന്നെയും എങ്ങനെ പോലീസ് പ്രതിയിലേക്ക് ഇത്ര വേഗം എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രതിയെ പിടികൂടിയത് എവിടെ നിന്ന്? വിശദമായ വിവരങ്ങൾ. അശ്വത, ഇന്ന് വൈകിട്ട് പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പോലീസ് പിടികൂടിയത്. ആശാരിക്കാട് സ്വദേശിയാണ്, ചാലക്കുടി ആശാരിക്കാട് സ്വദേശി. ഇയാളുടെ വീട്ടിൽ തന്നെ ഇയാൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ താൻ തെളിവുകളൊന്നും അവശേഷിപ്പിച്ചിട്ടില്ല എന്ന ധൈര്യം തന്നെയാണ് പ്രതിയെ ഇവിടെ തന്നെ കഴിയാനും ധൈര്യമായി മുന്നോട്ട് പോകാനും വഴിയൊരുക്കിയത്. പ്രതിയെ പിടികൂടിയപ്പോൾ പ്രതിയുടെ വീട്ടിൽ നിന്നും 10 ലക്ഷം രൂപ കണ്ടെടുത്തിട്ടുണ്ട്. ഇത് ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ട 15 ലക്ഷം രൂപയിൽപ്പെട്ട ആ സീരീസിൽപ്പെട്ട നോട്ട് തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. വളരെ ശാസ്ത്രീയമായ സാങ്കേതിക സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണത്തിലാണ് പ്രതിയെ വലയിലാക്കാൻ പോലീസിന് സാധിച്ചത്. കാരണം ഈ പ്രതി വളരെ തന്ത്രപൂർവ്വം ആസൂത്രിതമായ രീതിയിലാണ് ഈ മോഷണം നടത്തിയത്. പോട്ട, അതായത് ചാലക്കുടിക്കടുത്തുള്ള പോട്ട എന്ന സ്ഥലത്താണ് ഈ ബ്രാഞ്ച്. കാരണം പോട്ടയിൽ ദേശീയപാത കഴിഞ്ഞ് അല്പം ഉള്ളിലായി പഴയ ദേശീയപാതയ്ക്ക് സമീപത്താണ് ഈ ബാങ്ക് ശാഖ പ്രവർത്തിക്കുന്നത്. ഇതിന് എതിർവശത്തായി പോട്ട പള്ളി സ്ഥിതി ചെയ്യുന്നു. ഈ പള്ളിക്ക് മുന്നിലുള്ള, കാരണം ഈ പ്രതിയായ റിജോ ആന്റണി ഇടയ്ക്കിടെ ഈ പള്ളിയിൽ വരാറുണ്ടായിരുന്നു. ഇയാൾ അവിടെയുള്ള ചില ആളുകളുമായി സംസാരിച്ച് നിൽക്കുകയും ഒക്കെ പതിവായിരുന്നു പള്ളിക്ക് സമീപത്ത്. അങ്ങനെ പള്ളിയിൽ വരുമ്പോൾ ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ബാങ്ക് സെക്യൂരിറ്റി ഇല്ലാത്ത ബാങ്കാണ് എന്ന കാര്യം ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെയാണ് പണം തട്ടിയെടുക്കാനായി, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ബാങ്ക് കൊള്ളയടിക്കാം എന്ന് തീരുമാനിച്ചത്. ഈ പോട്ട ശാഖ തന്നെ തിരഞ്ഞെടുത്തതിന് കാരണം അതാണ്. പ്രതി വളരെ ധൂർത്തനായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കാരണം വളരെ ആർഭാട ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് ഇയാളും. 2 മക്കളും ഭാര്യ വിദേശത്താണ്. 2 മക്കളും പിതാവുമായി നാട്ടിൽ കഴിഞ്ഞു വരുന്നു. ഭാര്യ വിദേശത്ത് നഴ്സായി ജോലി ചെയ്യുന്നു. അവർ അയക്കുന്ന പണം, കുടുംബത്തിൻ്റെ ചെലവിനായി മക്കളെ വളർത്തുന്നതിന് വേണ്ടി അയക്കുന്ന പണം, ഇയാൾ താമസിക്കുന്ന ഈ സ്ഥലത്തെ ആശാരിപ്പാറയിലെ പ്രതിയുടെ വീട് എന്ന് പറയുന്നത് ഒരു 2 വർഷം മുൻപ് ഇവിടെ താമസമാക്കിയതാണ്. വളരെ വലിയ ഒരു വീടാണ്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള, ആർഭാട സൗകര്യങ്ങളുള്ള വീടാണ്. പക്ഷേ പ്രതി 1/2 കോടിയോളം രൂപ കടം വരുത്തിയിട്ടുണ്ടെന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പോലീസ് അത് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഭാര്യ അയക്കുന്ന പണം ആർഭാട ജീവിതത്തിന് വേണ്ടി ധൂർത്തടിച്ച് ജീവിക്കാനാണ് പ്രതി ചെലവാക്കിയിരുന്നത്. ഈ റിജോ ആന്റണി സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുക, 5 സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, അതോടൊപ്പം തന്നെ മുന്തിയ ഇനം മദ്യം കഴിക്കുക, അങ്ങനെയുള്ള രീതികളായിരുന്നു ഇയാളുടെ രീതി. ചിലവ് കൂടിയ ബാർ ഹോട്ടലിൽ മദ്യപിച്ച് നടക്കുകയായിരുന്നു. മദ്യപാനം കൂടുതലായിരുന്നു പ്രതിക്കെന്ന് പോലീസ് പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇയാളുടെ ചാലക്കുടിയിൽ തന്നെയുള്ള ചില സുഹൃത്തുക്കൾക്ക് അന്നേ ദിവസം ഉണ്ടായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സംശയം, ഒറ്റയ്ക്കാണോ ഇയാൾ ഈ കൃത്യം ആസൂത്രണം ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോൾ മോഷണത്തിന് ശേഷവും പ്രതി അതേ വീട്ടിൽ തന്നെ തുടരുന്നു. എല്ലാ കാര്യങ്ങളും തുടർന്ന് സമ്മതിക്കുകയാണ്. കടത്തിന്റെ അടക്കം വിശദാംശങ്ങൾ പറയുന്നു. ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആ നിലയിലുള്ള വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്നുണ്ടോ? മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ ഗൂഢാലോചനയിലടക്കം? അസിത, നിലവിൽ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തതിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഒറ്റയ്ക്ക് തന്നെ ഇയാൾ ആസൂത്രണം ചെയ്തതാണ്. പക്ഷേ നേരത്തെ തന്നെ ഇതിന് പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാര്യ അയച്ചു കൊടുത്ത പണത്തിൽ നിന്ന് പണം സുഭിക്ഷമായി തന്നെ ചെലവഴിച്ച് നാളുകളായി പണമൊന്നും സേവ് ചെയ്യാതെ ഇയാൾ പണം സ്വരൂപിച്ചിരുന്നില്ല. മക്കൾക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടിയൊന്നും പണം സ്വരൂപിച്ച് വയ്ക്കാതെ കിട്ടിയ പണം മുഴുവൻ ധൂർത്തടിച്ച് തീർക്കുന്നു. അങ്ങനെ ഭാര്യ അടുത്ത മാസം വരാനിരിക്കുകയാണ്. ഇതിനിടെയാണ് ഈ ഭാര്യ വരുമ്പോഴേക്ക് പണം എവിടെയെന്ന് അന്വേഷിക്കും. പണം നിക്ഷേപമായി ഒന്നും സൂക്ഷിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബാധ്യതയുണ്ട്. അപ്പോൾ ഈ പണത്തിന് വഴി കണ്ടെത്താനാണ് ഇയാൾ ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോട്ടയിലുള്ള പള്ളിയിലെത്തുന്നു. പള്ളിയുടെ എതിർവശത്ത് നേരത്തെ പലതവണ വന്ന് ഈ പള്ളിയുടെ, അതായത് ബാങ്കിൻ്റെ സാഹചര്യം ഇയാൾ വിലയിരുത്തി വയ്ക്കുന്നു. സുരക്ഷ ഉദ്യോഗസ്ഥനില്ല. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ഉദ്യോഗസ്ഥർ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ബാങ്കിൽ നേരത്തെ ഇയാൾ വന്നിട്ടുമുണ്ട്. അങ്ങനെ നിരീക്ഷിച്ച് വെച്ച് ഇവിടെ നിന്ന് മോഷണം നടത്താൻ തീരുമാനിക്കുന്നു. പ്രതി മോഷണത്തിനെത്തുന്നത് യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാത്ത രീതിയിലാണ്. സ്വന്തം വാഹനത്തിൽ തന്നെയാണ്, ഇരുചക്ര വാഹനം. പ്രതി മോഷണത്തിനെത്തിയ ഇരുചക്ര വാഹനം അയാളുടെ തന്നെയാണ്. പക്ഷേ വ്യാജ നമ്പർ പ്ലേറ്റ് അതോടൊപ്പം തന്നെ ഇയാൾ 2 ടീഷർട്ടും അതിന് പുറമെ നോക്കൂ, നമ്മൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത് ആ CCTV ദൃശ്യം മാത്രമാണ്. അത് പരിശോധിക്കുമ്പോൾ പ്രതിയെ തിരിച്ചറിയാവുന്ന ഒന്നും ആ ദൃശ്യങ്ങളിലില്ല. ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒന്നുമില്ല. പിന്നീടുള്ളത് ആ സ്കൂട്ടറാണ്. അതിലുപയോഗിച്ച നമ്പർ പ്ലേറ്റ് വ്യാജമെന്ന് പോലീസ് ഇന്ന് രാവിലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പിന്നെ എങ്ങനെ പ്രതിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷ ഈ മിനിറ്റിൽ. എങ്ങനെയായിരുന്നു അന്വേഷണം, ഈ ഓപ്പറേഷൻ പോലീസിന്റെ? അതെങ്ങനെയായിരുന്നു?
അസിത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ഇയാൾ മോഷണത്തിനെത്തുന്നത് യാതൊരു തെളിവും കാണിക്കാത്ത രീതിയിൽ 2 ടീഷർട്ടുകളും അതിന് പുറമെ ഒരു ജാക്കറ്റും പിന്നീട് ഹെൽമറ്റിനുള്ളിൽ കണ്ണ് കാണാതിരിക്കുന്നതിന് വേണ്ടി ഒരു കൂളിംഗ് ഗ്ലാസ് ഉൾപ്പെടെ ധരിച്ചാണ് ഇയാൾ മോഷണത്തിനെത്തിയത്. അങ്ങനെയാകുമ്പോൾ ഒരു CCTV ക്യാമറകളിലും ഒരു വിധത്തിലും കണ്ണുകൊണ്ടോ വേഷം കൊണ്ടോ ഒന്നും തിരിച്ചറിയാനാകാത്ത രീതിയിലായിരുന്നു ഇയാൾ വേഷം ധരിച്ചത്. അതിനുശേഷം ഈ ബാങ്കിൽ നിന്ന് ഇയാൾ തെക്ക് ഭാഗത്തേക്ക് അതായത് കൊരട്ടി ഭാഗത്തേക്ക് നീങ്ങുന്നു. അങ്ങനെ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ നിന്ന് ഏറെ ദൂരം മുന്നോട്ട് പോയ ശേഷം ദൃശ്യങ്ങളിൽ എങ്ങും പെടാത്ത രീതിയിൽ, കാരണം CCTV ക്യാമറകൾ എവിടെ ഉണ്ടാകുമെന്നതിനെക്കുറിച്ചൊരു ധാരണ ഇയാൾ നേരത്തെ തന്നെ വരുത്തി വെച്ചിരുന്നു. അവിടെ നിന്ന് ഏറ്റവും പുറമേ ഉണ്ടായിരുന്ന ജാക്കറ്റ് ഇയാൾ ഒഴിവാക്കുന്നു. അതിനുശേഷം വാഹനത്തിൽ വീണ്ടും യാത്ര തുടരുന്നു. പിന്നീട് ഏറെ ദൂരം കൊരട്ടി ഭാഗം വരെ വന്ന ശേഷം തിരിച്ച് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നു. പക്ഷേ പിന്നീട് അപ്പോൾ ഈ ടീഷർട്ട് ധരിച്ചാണ് ഇയാൾ പോകുന്നത്. ജാക്കറ്റ് ധരിച്ച്, അതായത് CCTV ദൃശ്യങ്ങളിൽ കണ്ട വേഷത്തിൽ ആ വാഹനവും വെച്ച് നോക്കുമ്പോൾ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ ഇയാൾ പെടില്ല എന്ന ഇയാളുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെ ഒരുപക്ഷെ 2 ദിവസം വരെ അയാൾക്കത് നിലനിർത്താനും സാധിച്ചു. പക്ഷേ പോലീസ് ചെയ്തത് 2 രീതിയിലുള്ള അന്വേഷണമാണ്. ശാസ്ത്രീയമായ എല്ലാ വഴികളും പോലീസ് അന്വേഷിച്ചു. ആ മാസ് കളക്ഷൻ, അതായത് ഒരു പ്രത്യേക ടവറുകൾ കീഴിൽ, അതായത് പോട്ടയിൽ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ, അതായത് വിദേശത്തേക്ക് പ്രതി പോയിട്ടില്ല അല്ലെങ്കിൽ നാട് വിട്ടിട്ടില്ല എന്നൊരു കാര്യം പോലീസിന് വ്യക്തമായിരുന്നു. കാരണം തെക്ക് ഭാഗത്തേക്ക് അങ്കമാലിയോ അവിടെ നിന്ന് ഉൾപ്പെടെ ആലുവ ഭാഗത്തേക്ക് വരെ പോലീസ് നിരീക്ഷണം നടത്തിയതിൽ അങ്ങനെ ഒരു പ്രതി എത്തിയതായി കണ്ടില്ല. പ്രതിയാണെന്ന് സംശയിക്കുന്ന രീതിയിൽ ഒരു ദൃശ്യം അങ്കമാലിയിൽ നിന്ന് ലഭിച്ചു എന്നതൊഴിച്ചാൽ മറ്റ് നിരീക്ഷണങ്ങളിലൊന്നും അത്തരത്തിലൊരു വാഹനം കണ്ടിട്ടില്ല. അപ്പോൾ ഈ വാഹനം ഇതൊരു പ്രത്യേക വാഹനമാണ്. ഒരു ഇരുചക്ര വാഹനം, TVS കമ്പനിയുടെ വാഹനമാണ്, എൻടോർക്ക് എന്ന വാഹനമാണ്. ആ വാഹനം ഒരുപാട് എണ്ണമില്ല. അപ്പോൾ കൃത്യമായൊരു വാഹനത്തെക്കുറിച്ച് വിവരം ലഭിക്കുമ്പോൾ ആ വാഹനം ജില്ലയിൽ ആർക്കെല്ലാം ഉണ്ടെന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നു. അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് പ്രദേശത്തുള്ളവർക്ക് ആർക്കെല്ലാം ഉണ്ടെന്ന് അന്വേഷിക്കുന്നു. സമാന്തരമായി തന്നെ ഈ വാഹനമായതുകൊണ്ട് തന്നെ ഈ വാഹനം പോയ വഴികൾ തെക്കോട്ടോ വടക്കോട്ടോ എവിടെയെല്ലാം പോയിട്ടുണ്ടെന്ന CCTV ദൃശ്യങ്ങൾ നോക്കുന്നു. അങ്ങനെ CCTV ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ഒരു വാഹനം കണ്ടെങ്കിലും ആ വാഹനത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാൾ ജാക്കറ്റ് മാറ്റിയിരുന്നത് കൊണ്ട് അയാളാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇയാൾക്ക് ധൈര്യമായി. ഒപ്പം പ്രതി നാടുവിട്ടിരിക്കാൻ ഇടയുണ്ടെന്നൊരു പ്രചരണവും സംസ്ഥാനത്തിൻ്റെ പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് പോലീസ് പറഞ്ഞതും ഇയാളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. അങ്ങനെ ധൈര്യപൂർവ്വം വീട്ടിലെത്തി ഇയാൾ ഇരിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാൾ യാത്ര ചെയ്യുമ്പോൾ ഈ ജാക്കറ്റ് മാറ്റി, പിന്നീട് ടീഷർട്ട്, കുറേ ദൂരം ചെന്നതിന് ശേഷം ആ ടീഷർട്ട് മാറ്റി രണ്ടാമത്തെ ടീഷർട്ട് ഇട്ട് യാത്ര തുടർന്നു. അങ്ങനെ വേഷം മാറി ഇയാൾ സഞ്ചരിച്ചു. അതും തനിക്ക് തുണയാകുമെന്ന് കരുതി. വ്യാജ നമ്പർ പ്ലേറ്റ്, അങ്ങനെ തെളിവുകളൊന്നും അവശേഷിച്ചിട്ടില്ല എന്ന് പ്രതി ഉറച്ചു വിശ്വസിക്കുന്ന സമയത്താണ് മൊബൈൽ നമ്പർ കൂടി കേന്ദ്രീകരിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണം. അങ്ങനെ ഒട്ടേറെ, അതായത് ആയിരക്കണക്കിന് മൊബൈൽ നമ്പറുകൾ ഇതിൻ്റെ പരിധിയിലുണ്ട്, ഈ ടവറുകളുടെ പരിധിയിലുള്ളത് കേന്ദ്രീകരിക്കുന്നു. പക്ഷേ പ്രതിയുടെ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചൊരു ധാരണ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വാഹനം, പ്രത്യേക ആ എൻടോർക്ക് എന്ന വാഹനം, ആ ഇരുചക്ര വാഹനം മൂവ് ചെയ്ത സ്ഥലങ്ങൾ, അപ്പോൾ മൂവ് ചെയ്ത ഒരു വാഹനത്തെ കണ്ടെങ്കിലും ഒരു പോലീസ് കണക്ക് കൂട്ടിയ സമയത്ത് ഈ വാഹനം CCTV ദൃശ്യത്തിൽ, പേരാമ്പ്ര ഭാഗത്തുള്ള ഒരു CCTV ദൃശ്യത്തിൽ കുടുങ്ങിയെങ്കിൽ കൂടിയും അവിടെ നിന്ന് വടക്കോട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് വാഹനം പോയിട്ടില്ല. അപ്പോൾ പോലീസിന് ഒരു കാര്യം ഉറപ്പായി, ഈ അങ്കമാലിക്കും ഈ പറഞ്ഞ പേരാമ്പ്ര അല്ലെങ്കിൽ പരമാവധി വരുന്ന തൃശ്ശൂരിന് ഇപ്പുറത്തുള്ള ഏതെങ്കിലും ഭാഗത്തിനുള്ളിൽ, കൊടകരയ്ക്കുള്ളിൽ ഉള്ള ഭാഗത്ത് എവിടെയോ ഈ പ്രതി മറഞ്ഞിട്ടുണ്ട്, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞിട്ടുണ്ടെന്ന കാര്യം പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അത് കണക്കാക്കിയായിരുന്നു ആ പ്രദേശത്ത് പേരാമ്പ്ര ഉൾപ്പെടെ പോട്ട പേരാമ്പ്ര മേഖലകൾ കേന്ദ്രീകരിച്ച് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ചാലക്കുടിയിൽ ഉൾപ്പെടെ ശക്തമായ നിരീക്ഷണമായിരുന്നു. അങ്ങനെ ഇതിനിടെ ഈ പ്രതിയുടെ ഫോൺ നമ്പറിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ലഭിക്കുന്നു. ആ പ്രത്യേക സമയത്ത്, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ടവറുകൾ മാറിപ്പോയ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച അന്വേഷണം. അങ്ങനെ മൊത്തത്തിൽ പോട്ട ഭാഗത്തുണ്ടായിരുന്ന ടവറുകളിൽ ഉണ്ടായിരുന്ന നമ്പറിൽ നിന്ന് നിശ്ചിത സമയത്തിനുള്ളിൽ അടുത്ത ടവറിലേക്ക് നീങ്ങിയ മൊബൈൽ നമ്പറുകൾ, അങ്ങനെ അവിടെ നിന്നും വടക്കോട്ട് നീങ്ങിയ നമ്പറുകൾ, അങ്ങനെ ആ നമ്പറുകൾ സോർട്ട് ഔട്ട് ചെയ്ത് ചുരുങ്ങി നമ്പറുകളിലേക്ക് എത്തി. ആ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വാഹനം കൂടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അങ്ങനെ സമർത്ഥമായി ശാസ്ത്രീയമായ തെളിവുകളും സാങ്കേതിക സൗകര്യങ്ങളും കൂടി ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ഇവിടേക്ക് എത്തുന്നു. ഇതിനിടെ പ്രതി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെ പോലീസ് തന്ത്രപൂർവ്വം എല്ലാവരോടും പോലീസ് അറിയിച്ചത്, ഒരുപക്ഷെ ഇയാൾ ഹിന്ദി സംസാരിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നത് കൂടിയുണ്ട്. ഒരുപക്ഷെ അന്യസംസ്ഥാന തൊഴിലാളികളാകാം, ആ ഒരു സംശയം പോലീസിനുണ്ടെന്ന കാര്യം പോലീസ് പറയുന്നു. പക്ഷേ അപ്പോൾ പോലും പോലീസ് സൂചിപ്പിച്ച ഒരു കാര്യം, ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കാം ഇയാൾ ഹിന്ദി സംസാരിച്ചത് എന്നാണ്. അങ്ങനെ ആ ഒരു സംസാരം കൂടി ഇയാൾ തെറ്റിദ്ധരിപ്പിക്കാനെടുത്തു. ഇതെല്ലാം ഇയാളുടെ ഒരു ഓവർ കോൺഫിഡൻസ് വ്യക്തമാക്കുന്ന, കാരണം ഇതെല്ലാം കൊണ്ടും തനിക്കെതിരായ ഒരു തെളിവുകളില്ല. ഇയാൾ ചെയ്ത രീതി അനുസരിച്ച് സംസാര ഭാഷ ഹിന്ദിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ വേഷം മാറി സഞ്ചരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടില്ല, വ്യാജ നമ്പർ ഘടിപ്പിച്ച വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. അങ്ങനെയെല്ലാം വരുമ്പോൾ തന്നിലേക്ക് എത്താൻ, തൻ്റെ വീട്ടിലേക്ക് വന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ തന്നെ കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയും പോലീസിനില്ല എന്ന ധാരണ വരുന്നു. നമ്പർ ആണെങ്കിൽ ആർക്കും കൊടുത്തിട്ടുമില്ല. പക്ഷേ പോലീസ് ഈ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ നിരീക്ഷണത്തിൽ
കൃത്യമായ ആ വേഷം ധരിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ പോലീസ് ഒരു സംശയത്തിലേക്ക് വരുന്നു, ഇയാൾ വേഷം മാറിയിട്ടുണ്ടാകാം എന്നുകൂടി. കാരണം സ്വാഭാവികമായും ഒരു കള്ളൻ, ബുദ്ധിമാനായ കള്ളന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കൂടി പോലീസ്